നമസ്കാരം. കൊല്ലം പുനലൂരിൽ ഭാര്യ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി. കലയനാട് ചെരുവിള വീട്ടിൽ ശാലിനിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം കൊലപാതക വിവരം പ്രതി തന്നെ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയായിരുന്നു. തുടർന്ന് പ്രതി ഐസക് പുനലൂർ പോലീസിൽ കീഴടങ്ങി. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരം. പുനലൂർ കലയനാട് കൂത്തനാടിയിലാണ് സംഭവം. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ഈ ഒരു അരുംകൊല നടന്നത്. ഐസക്കും ശാലിനിയും കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മാറി താമസിക്കുകയായിരുന്നു. ഐസക് കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തുകയായിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഐസക് ഫേസ്ബുക്കിൽ ലൈവ് ഇടുകയായിരുന്നു. താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണവും പണവും ശാലിനി സ്വന്തം ഇഷ്ടപ്രകാരം ചെലവഴിച്ചുവെന്നും ഐസക് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഫേസ്ബുക്കിൽ കൊലപാതകത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം ഐസക് പുനലൂർ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മാറി താമസിക്കുകയായിരുന്നു ഇരുവരും. കൊലപ്പെടുത്തണമെന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ചാണ് ഇയാൾ ശാലിനിയുടെ വീട്ടിലെത്തിയതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സമാനമായ സംഭവങ്ങൾ പുറത്തുവരികയാണ്. ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയ പ്രണയം കൊലപാതകത്തിൽ അവസാനിച്ചു. കാൺപൂർ സ്വദേശിനിയായ സൂരജ് കുമാറാണ് തന്റെ പ്രണയിനിയായ ആകാംക്ഷയെ കൊലപ്പെടുത്തിയത്. മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ചിരുന്ന കൊലപാതകം. ഒരു യുവാവുമായി സംസാരിച്ചത് അറിഞ്ഞ് സൂരജ് ആകാംക്ഷയുമായി വഴക്കുണ്ടാക്കി. ആകാംക്ഷയുടെ തല ഭിത്തിയിൽ ഇടിച്ചതിനു ശേഷം കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം മൃതദേഹം ഒളിപ്പിക്കുവാനായി സൂരജ് സുഹൃത്ത് ആശിഷ് കുമാറിനെ വിളിക്കുകയായിരുന്നു. ആകാംക്ഷയുടെ മൃതദേഹം ഇവർ ഒരു ബാഗിലാക്കി 100 കിലോമീറ്റർ അകലെയുള്ള ബാന്തയിലേക്ക് മോട്ടോർ സൈക്കിളിൽ കൊണ്ടുപോയി. തുടർന്ന് ഈ ബാഗ് യമുന നദിയിൽ എറിയുകയായിരുന്നു. ഇതിനു മുൻപ് സൂരജ് ബാഗിനൊപ്പം ഒരു സെൽഫി എടുത്തു. മകളെ കാണാനില്ലെന്ന് ഓഗസ്റ്റ് 8-ന് യുവതിയുടെ അമ്മ പോലീസിൽ പരാതി നൽകി. മകളെ സൂരജ് തട്ടിക്കൊണ്ടുപോയെന്ന് ഇവർ പരാതിയിൽ ആരോപിക്കുകയും ചെയ്തു. തുടർന്ന് ഈ സൂരജിനെയും സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ ഇരുവരും കുറ്റം സമ്മതിച്ചു. ഒരു റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുകയായിരുന്നു ആകാംക്ഷ. അവിടെ വെച്ചുള്ള പരിചയമാണ് ഇത്തരത്തിലൊരു പ്രണയത്തിലായത്. തുടർന്ന് ബാഗിനൊപ്പം എടുത്ത സെൽഫി സൂരജിന്റെ മൊബൈൽ ഫോണിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ഇത് മാത്രമല്ല, മറ്റൊരു വാർത്തയും വരുന്നുണ്ട്. കാമുകൻ ജീവനൊടുക്കിയതിൽ മറന്നുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ച 19-കാരിയെ സമയോചിതമായ ഇടപെടലിലൂടെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് പോലീസ്. മുംബൈയിലെ പവായിലാണ് ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്തത്. തക്ക സമയത്തുള്ള പോലീസിന്റെ ഇടപെടലാണ് പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായത്. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ പെൺകുട്ടി. കഴിഞ്ഞ ദിവസമാണ് യുവതിയുടെ കാമുകനായ 19-കാരൻ ആത്മഹത്യ ചെയ്തത്. ഇരുവരും തമ്മിലുള്ള സ്നേഹബന്ധം അറിയാമായിരുന്ന 19-കാരന്റെ വീട്ടുകാർ ആത്മഹത്യക്ക് പിന്നിൽ യുവതിയാണെന്ന് കുറ്റപ്പെടുത്തി. ആൺ സുഹൃത്തിന്റെ മരണവും വീട്ടുകാരുടെ കുറ്റപ്പെടുത്തലും മാനസികമായി ഈ പെൺകുട്ടിയെ തളർത്തുകയായിരുന്നു. പെൺകുട്ടി വീടിനുള്ളിൽ കയറി വാതിലടച്ചതായി അറിഞ്ഞ പോലീസ് സ്ഥലത്ത് കുതിച്ചെത്തി. പോലീസ് സംഘം എത്തിയപ്പോൾ പെൺകുട്ടിയുടെ വീട് അകത്തുനിന്ന് പൂട്ടിയിട്ട നിലയിലായിരുന്നു. തുടർന്ന് കോൺസ്റ്റബിൾമാരിൽ ഒരാൾ വീടിന്റെ കതക് ചവിട്ടി തുറന്നു. വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ കയറിൽ തൂങ്ങിയ നിലയിൽ പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചു. തക്ക സമയത്ത് എത്തിച്ചതിനാൽ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചതായി ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ ചികിത്സ തുടരുകയാണെന്നും അവർ വ്യക്തമാക്കി. 19-കാരൻ ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യം സംബന്ധിച്ച് കേസെടുത്ത് അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്.